ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടാണ് ഇന്ത്യ. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിൽ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും പുരാതന നാഗരികതകളുമെല്ലാം നിലനിന്നിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ കഥകൾ നമ്മുടെ പുരാണങ്ങളിലുണ്ട്. ഇവയെല്ലാം കെട്ടുകഥകളാണെന്ന് പലരും പറയുമെങ്കിലും പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരുന്ന പല കാര്യങ്ങളും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഉത്തരം തേടുന്ന പല നിഗൂഢതകളും ഇന്ത്യയിലുണ്ട്. ശാസ്ത്രീയമായ ഒരു ന്യായവാദത്തിനും ഈ കാര്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാരെയും പുരാവസ്തു ഗവേഷകരെയും അമ്പരിപ്പിച്ച അത്തരം ചില ചുരുളഴിയാത്ത രഹസ്യങ്ങളിതാ. ലഡാക്കിലെ കോംഗ്ല ചുരം. ഇന്ത്യയുടെയും ചൈനയുടെയും തർക്ക അതിർത്തിയിലാണ് കോംഗ്ല ചുരം സ്ഥിതി ചെയ്യുന്നത്. 1962 ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ ഇവിടെ കനത്ത ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു. ഇതിനുശേഷം ചൈനയും ഇന്ത്യയും ഒരു കരാറിൽ ഏർപ്പെട്ടു. അതനുസരിച്ച് ഈ പ്രദേശത്ത് പട്രോളിംഗ് നടത്താൻ ആരെയും അനുവദിക്കില്ല. എന്നാൽ അകലെ നിന്ന് ഈ സ്ഥലം നിരീക്ഷിക്കാം. ഇതിനുശേഷം ലഡാക്കിലെ കോംഗ്ല പാസ് UFOകളുടെ കേന്ദ്രമായെന്ന് ഒരു വിശ്വാസം ഉയർന്നു വന്നു. ഈ പ്രദേശം എന്നേക്കുമായി ആളില്ലാത്ത സ്ഥലമായി ഇന്നും തുടരുന്നു. അതിനാലാണ് UFOകൾ ഇത് അവരുടെ പ്രവർത്തനത്തിനായുള്ള സ്ഥലമായി തിരഞ്ഞെടുത്തത് എന്നാണ് വിശ്വാസം. പലരും ഈ പ്രദേശത്ത് UFOകൾ കണ്ടിട്ടുണ്ടെന്നും ഇന്ത്യൻ ചൈനീസ് സർക്കാരുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ ഇന്നും നിഗൂഢമായി തുടരുന്നു. ഡൽഹിയിലെ ഖുതുബ് സമുച്ചയത്തിൽ ഉയർന്നു നിൽക്കുന്ന ഗുപ്ത കാലഘട്ടത്തിലെ ഇരുമ്പ് സ്തംഭമാണ് മറ്റൊരു രഹസ്യം. 7 മീറ്ററിലധികം ഉയരവും 6 ടണ്ണിലധികം ഭാരവുമുള്ള ഈ സ്തംഭം 1600 വർഷത്തിലേറെയായി കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുന്നു. ഇത്രയും കാലം കഠിനമായ കാലാവസ്ഥയ്ക്ക് വിധേയമായിട്ടും ഈ സ്തംഭത്തിന് ഒരു പോറൽ പോലുമില്ല. ഈ ഇരുമ്പ് സ്തംഭത്തിന്റെ ഘടനയും ലോഹസങ്കരവും ശാസ്ത്രജ്ഞരെയും ചരിത്രകാരന്മാരെയും ഒരേപോലെ അമ്പരപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴയ നഗര സംസ്കാരങ്ങളിലൊന്നായിരുന്നു സിന്ധു നദീതട സംസ്കാരം. 3300 BC മുതൽ 1300 BC വരെ സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു. നൂതന നഗരാസൂത്രണം, സങ്കീർണമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ, നിഗൂഢമായ ലിപി എന്നിവയ്ക്ക് പേരുകേട്ട ഈ സംസ്കാരം തകർന്നതിന് കാരണം ഇന്നും ഗവേഷകർക്ക് പോലും പിടികിട്ടാത്ത രഹസ്യമായി തുടരുന്നു. നിരവധി ഉദ്ഖനനങ്ങളും പഠനങ്ങളും നടത്തിയിട്ടും സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയുടെ പിന്നിലെ കാരണങ്ങൾ നിഗൂഢതയിൽ മറഞ്ഞിരിക്കുന്നു. പ്രകൃതി ദുരന്തമോ കാലാവസ്ഥാ വ്യതിയാനമോ അധിനിവേശമോ ആയിരുന്നോ അവരുടെ തകർച്ചയിലേക്ക് നയിച്ചത്? സിദ്ധാന്തങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ കൃത്യമായ ഉത്തരങ്ങൾ ഇന്നും തെളിവായിട്ടില്ല. പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് സരസ്വതി നദി. ഇത് ഇന്ത്യയുടെ വടക്കുഭാഗത്തു കൂടി ഒഴുകിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ചിലർ ഇത് പുരാണമായി കണക്കാക്കുമ്പോൾ മറ്റുള്ളവർ ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന നദിയാണെന്ന് പറയുന്നു. ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ പഠനങ്ങൾ നടത്തിയ ഗവേഷകർ സരസ്വതി നദീതടത്തിന്റെ സൂചനകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സരസ്വതി ഒരു യഥാർത്ഥ നദിയായിരുന്നോ? അങ്ങനെയെങ്കിൽ പുരാതന ഇന്ത്യൻ നാഗരികതകളെ രൂപപ്പെടുത്തുന്നതിൽ ഈ നദി എന്ത് പങ്കാണ് വഹിച്ചത് എന്നതെല്ലാം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖനായ നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നും നിഗൂഢമായി തുടരുന്നു. 1945 ദുരൂഹമായി അദ്ദേഹം അപ്രത്യക്ഷനാകുകയായിരുന്നു. തായ്വാനിലെ വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകളൊന്നും ഇതുവരെ ഹാജരാക്കപ്പെട്ടിട്ടില്ല. നിരവധി ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടും അദ്ദേഹത്തിന്റെ തിരോധാനം സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നും ചരിത്ര രഹസ്യങ്ങളിലൊന്നായി തുടരുന്നു. കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറയാണ് മറ്റൊരു ചുരുളഴിയാത്ത രഹസ്യം. ക്ഷേത്രത്തിന്റെ മറ്ററകൾ തുറന്നപ്പോൾ വലിയ നിധിശേഖരം കണ്ടെത്തിയിരുന്നു. എന്നാൽ അവസാന നിലവറയായ B നിലവറ ഇതുവരെ തുറന്നിട്ടില്ല. ഈ നിലവറ തുറന്നാൽ നാട് കടലിനടിയിലാകുമെന്നും സർവനാശത്തിന് കാരണമാകുമെന്നും പറയപ്പെടുന്നു. ഈ അറയ്ക്കുള്ളിൽ എന്താണ് കിടക്കുന്നത്? അത് നിധിയാണോ? പുരാതന വസ്തുക്കളാണോ? നിഗൂഢമായ മറ്റെന്തെങ്കിലുമാണോ? അതോ വിശ്വാസങ്ങൾ പോലെ നാടിനെ നശിപ്പിക്കാൻ മറ്റെന്തെങ്കിലുമാണോ? അതോ വിശ്വാസങ്ങൾ പോലെ നാടിനെ നശിപ്പിക്കാൻ ശക്തിയുള്ള എന്തെങ്കിലുമാണോ എന്ന കാര്യങ്ങൾ ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. രൂപ്കുണ്ട് തടാകത്തിലെ അസ്ഥികൂടം. ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന രൂപ്കുണ്ട് തടാകം വിചിത്രവും ഭീകരവുമായൊരു സ്ഥലമാണ്. നൂറുകണക്കിന് മനുഷ്യ അസ്ഥികൂടങ്ങളാണ് ഈ തടാകത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഈ അവശിഷ്ടങ്ങൾ 9ാം നൂറ്റാണ്ടിലേതാണെന്നും അത് ഒരു ദുരന്തത്തിന്റെ ഫലമായിരിക്കാമെന്നും ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ അസ്ഥികൂടങ്ങളുടെ ഐഡന്റിറ്റിയും ഈ തടാകത്തിലെ കൂട്ടമരണത്തിന്റെ പിന്നിലെ കഥയും ശാസ്ത്രജ്ഞരെയും ചരിത്രകാരന്മാരെയും ഇന്നും അമ്പരപ്പിക്കുന്ന ഒരു രഹസ്യമാണ്. ഈ നിഗൂഢതകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തൂ. താങ്ക് യു ഫോർ വാച്ചിങ്.